എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ന്യൂ ചണ്ഡീഗഡിലെ മഹാരാജ യാദവേന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പച്ചപ്പുൽ മൈതാനത്ത് വെയിൽ ഉറച്ചു തുടങ്ങുമ്പോൾ ഗാലറികളിൽ കാത്തിരിപ്പിന്റെ ഒരു വലിയ കടൽ ഇരമ്പുന്നുണ്ടായിരുന്നു. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ആ ഏക ടെസ്റ്റ് പോരാട്ടത്തിന്റെ രണ്ടാം ദിനം പിറവിയെടുക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ബാറ്റിംഗ് ക്രീസിലേക്കാണ് നീണ്ടിരുന്നത്. ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ടീം തങ്ങളുടെ ആധിപത്യം അരക്കിട്ടുറപ്പിച്ചിരുന്നു. 2 വിക്കറ്റ് നഷ്ടത്തിൽ 368 റൺസ് എന്ന കൂറ്റൻ സ്കോറിലേക്ക് ഇന്ത്യൻ പടയെ നയിച്ചത് KL രാഹുലിന്റെ വിസ്മയിപ്പിച്ചുന്ന 100 റൺസും സായ് സുദർശൻ എന്ന യുവതാരത്തിന്റെ പോരാട്ട വീര്യം നിറഞ്ഞ 81 റൺസുമായിരുന്നു. അവരുടെ വീരോചിതമായ മടക്കത്തിനു ശേഷം ക്രീസിൽ ഉറച്ച ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 101 റൺസുമായും ആ പഴയ പ്രതാപത്തിലേക്ക് തിരികെ വന്ന ഋഷഭ് പന്ത് 50 റൺസുമായും അജേയരായി നിൽക്കുന്ന കാഴ്ചയോടെയാണ് രണ്ടാം ദിനത്തിലേക്ക് സൂര്യൻ ഉദിച്ചത്. ഇന്ത്യൻ സ്കോർ ബോർഡ് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന ആകാംക്ഷയിൽ ഗാലറികൾ ശ്വാസം അടക്കിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. രണ്ടാം ദിനത്തിന്റെ ആദ്യ പന്ത് മുതൽ തന്നെ അഫ്ഗാൻ ബോളർമാരുടെ നെഞ്ചു പിളർക്കുന്ന ആക്രമണമാണ് ഗില്ലും പന്തും അഴിച്ചുവിട്ടത്. വിക്കറ്റ് വീഴ്ത്താമെന്ന മോഹത്തോടെ പുതിയ പന്തുമായി എറിഞ്ഞു തുടങ്ങിയ മുഹമ്മദ് സലീം സാഫിക്കും ബിലാൽ സാമിക്കും ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ പ്രതിരോധവും പ്രത്യാക്രമണവും ഭേദിക്കാൻ കഴിഞ്ഞതേയില്ല. പന്ത് തന്റെ പതിവ് ആക്രമണശൈലി പുറത്തെടുത്ത് അതിമനോഹരമായൊരു ഫോറിലൂടെയാണ് ദിനം തുടങ്ങിയത്. പന്തിന്റെ ബാറ്റിൽ നിന്നും പറന്നുയർന്ന ഓരോ കവർ ഡ്രൈവുകളും പുൾ ഷോട്ടുകളും അഫ്ഗാൻ താരങ്ങളുടെ ആത്മവിശ്വാസം ഒന്നൊന്നായി കെടുത്തിക്കളഞ്ഞു. മറുഭാഗത്ത് അങ്ങേയറ്റം സംയമനത്തോടെയും എന്നാൽ ഒരു കലാകാരന്റെ പൂർണ്ണതയോടെയും ഗിൽ സ്കോർ ബോർഡ് ചലിപ്പിച്ചുകൊണ്ടിരുന്നു. തുടർച്ചയായ സിംഗിളുകളിലൂടെയും ഡബിളുകളിലൂടെയും ഇടയ്ക്കിടെ അതിമനോഹരമായ ബൗണ്ടറികളിലൂടെയും ഗിൽ തന്റെ അനിഷേധ്യമായ ക്ലാസ് തെളിയിച്ചു. അധികം വൈകാതെ തന്നെ ഇരുവരും ചേർന്ന് സെഞ്ചുറി കൂട്ടുകെട്ട് തീർക്കുകയും ഇന്ത്യയുടെ സ്കോർ 400 റൺസ് എന്ന മാന്ത്രിക സംഖ്യ കടക്കുകയും ചെയ്തു. അഫ്ഗാൻ ബോളർമാർ പൂർണ്ണമായും തളർന്നുപോയ ആ നിമിഷങ്ങളിൽ ശുഭ്മാൻ ഗിൽ തന്റെ മറ്റൊരു ഇരട്ട സെഞ്ചുറിയിലേക്ക് കുതിക്കുകയാണെന്ന് എല്ലാവരും വിശ്വസിച്ചു. എന്നാൽ അപ്രതീക്ഷിതമായി അഫ്ഗാനിസ്ഥാന് ആ വലിയ ആശ്വാസം ലഭിച്ചു. 126 റൺസ് എന്ന ഗംഭീരമായ ക്യാപ്റ്റൻസ് ഇന്നിംഗ്സ് കാഴ്ചവെച്ച് ടീമിനെ അതിശക്തമായ നിലയിൽ എത്തിച്ചതിനു ശേഷം ഗിൽ പവലിയനിലേക്ക് മടങ്ങി. തുടർന്ന് ക്രീസിലെത്തിയ ധ്രുവ് ജുറേൽ ആകർഷകമായ ചില ഷോട്ടുകൾ ഉതിർത്തെങ്കിലും 19 റൺസ് എടുത്ത് പെട്ടെന്ന് തന്നെ പുറത്തായി. മറുഭാഗത്ത് അതിവേഗം സ്കോർ ഉയർത്തിക്കൊണ്ടിരുന്ന ഋഷഭ് പന്ത് തന്റെ അർഹിച്ച സെഞ്ചുറി നേടുമെന്ന് തോന്നിപ്പിച്ചെങ്കിലും നിർഭാഗ്യവശാൽ 81 റൺസിൽ വെച്ച് അദ്ദേഹത്തിനും തന്റെ വിലപ്പെട്ട വിക്കറ്റ് നഷ്ടമായി. പന്തിന്റെ മടക്കത്തോടെ മത്സരത്തിലേക്ക് തിരികെ വരാമെന്ന നേരിയ പ്രതീക്ഷകളെ വീണ്ടും തല്ലിക്കെടുത്തിക്കൊണ്ട് മാനവ് സുധർ വാഷിംഗ്ടൺ സുന്ദറിനൊപ്പം ചേർന്നു. ഇരുവരും ചേർന്ന് വളരെ വേഗത്തിൽ സ്കോർ ബോർഡിന് ജീവൻ നൽകി. സുധർ 28 റൺസ് എടുത്ത് ടീമിനെ 500 റൺസിനടുത്തേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശേഷം പുറത്തായി. പിന്നീടാണ് ആ ചരിത്രപരമായ സ്റ്റേഡിയത്തെ ഒന്നടങ്കം ചിരിപ്പൂരത്തിലാഴ്ത്തിയ അവിസ്മരണീയമായ നിമിഷം അരങ്ങേറുന്നത്. ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലേക്ക് മുഹമ്മദ് സിറാജ് നടന്നെടുത്തു. തന്റെ തീപ്പൊരി പാറും പന്തുകൾ കൊണ്ട് ലോകോത്തര ബാറ്റർമാരെ വിറപ്പിക്കുന്ന സിറാജ് ഇത്തവണ തന്റെ വില്ലോ കൊണ്ട് തീർത്തത് തികച്ചും വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു. അഫ്ഗാനിസ്ഥാന്റെ നാങ്യാലി ഖരോട്ട എറിയുന്ന 120-ാം ഓവർ. സ്ട്രൈക്കിൽ നിൽക്കുന്ന സിറാജ് ആദ്യ പന്തിൽ തന്നെ സർവ്വശക്തിയും എടുക്ക് ആഞ്ഞുവീശി. പന്തും ബാറ്റും തമ്മിൽ ഒരു ബന്ധവുമില്ലാതെ പന്ത് നേരെ വിക്കറ്റ് കീപ്പറുടെ കൈകളിലെത്തി. അഫ്ഗാൻ താരങ്ങളുടെ കൂട്ടമായുള്ള വലിയ അപ്പീലിന് പിന്നാലെ ക്യാപ്റ്റൻ ഹഷ്മതുള്ള ഷാഹിദി ഒട്ടും ചിന്തിക്കാതെ ഡിസിഷൻ റിവ്യൂ സിസ്റ്റത്തിന്റെ സഹായം തേടി. വലിയ സ്ക്രീനിൽ റീപ്ലേ തെളിഞ്ഞപ്പോൾ ബാറ്റും പന്തും തമ്മിലുള്ള വലിയ ദൂരം കണ്ട് ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ കൂട്ടച്ചിരി മുഴങ്ങി. അനാവശ്യമായി റിവ്യൂ പാഴാക്കിയതിന്റെ ചമ്മൽ അഫ്ഗാൻ നിരയിൽ പ്രകടമായിരുന്നു. എന്നാൽ യഥാർത്ഥ വിസ്മയം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത പന്തിൽ ക്രീസിൽ നിന്നും അല്പം മുന്നോട്ട് കയറി സിറാജ് വീണ്ടും തന്റെ സർവ്വശക്തിയും എടുത്ത് ബാറ്റ് വീശി. ഇത്തവണ പന്ത് ഡീപ് മിഡ് വിക്കറ്റ് ബൗണ്ടറിക്ക് മുകളിലൂടെ ഗാലറിയിലേക്ക് അതിവേഗം പറന്നിറങ്ങി. സ്റ്റേഡിയം ഒന്നടങ്കം ആവേശത്താൽ പൊട്ടിത്തെറിച്ചു. കയ്യടികൾ ഇടിമുഴക്കം പോലെ ഗാലറികളിൽ മുഴങ്ങി. സിറാജ് അവിടെയും തന്റെ പോരാട്ടം നിർത്തിയില്ല. തൊട്ടടുത്ത പന്തിൽ ലോങ് ഓൺ ദിശയിലേക്ക് അതിശക്തമായ മറ്റൊരു ഷോട്ടും. പന്ത് നിലം തൊടാതെ പാഞ്ഞ് അതിർത്തി കടന്നപ്പോൾ വീണ്ടും ഒരു ഗംഭീരൻ 4 റൺസും. അപ്പോഴേക്കും അഫ്ഗാൻ കളിക്കാർക്ക് പോലും തങ്ങളുടെ നിസ്സഹായാവസ്ഥ കണ്ട് ചിരി വന്നു തുടങ്ങി. തുടർന്നെറിഞ്ഞ പന്തിൽ വീണ്ടും സിറാജിന്റെ അവിസ്മരണീയമായ പ്രഹരം. ഇത്തവണ തേർഡ് മാനിലൂടെ പന്ത് അതിർത്തി കടന്നപ്പോൾ ഗാലറികളിലെ ആവേശം അണപൊണ്ടൊഴുകിയായിരുന്നു. ഒറ്റ ഓവറിൽ ഒരു പടുകൂറ്റൻ സിക്സറും 2 ഫോറുകളും പറത്തി സിറാജ് ഈ ടെസ്റ്റ് മത്സരത്തിലെ ഏറ്റവും രസകരവും അവിസ്മരണീയവുമായ നിമിഷങ്ങൾ സമ്മാനിച്ചു. ക്യാമറകൾ നേരെ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് തിരിഞ്ഞപ്പോൾ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ തന്റെ വയറ് പിടിച്ച് പൊട്ടിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഏവരും കണ്ടത്. ചുറ്റുമിരുന്ന കളിക്കാരും പരിശീലകരും നിർത്താതെ കൈയടിക്കുകയും സിറാജിന്റെ ബാറ്റിംഗ് കണ്ട് പൊട്ടിച്ചിരിക്കുകയും ചെയ്യുകയായിരുന്നു. സിറാജ് ഇന്ന് തന്നെ ഒരു ലോകോത്തര ഓൾറൗണ്ടറായി പ്രഖ്യാപിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണെന്ന് കമന്റേറ്റർമാർ പോലും തമാശ രൂപേണ വിളിച്ചു പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ നിമിഷനേരം കൊണ്ട് ഈ ദൃശ്യങ്ങൾ കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു. സിറാജ് തങ്ങളെ ഇങ്ങനെ ബാറ്റ് കൊണ്ട് തല്ലിച്ചതയ്ക്കുമെന്ന് അഫ്ഗാൻ ബൗളർമാർ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല എന്ന് ആരാധകർ അമ്പരത്തോടെ കുറിച്ചു. 22 റൺസ് എന്നൊരു ചെറിയ ഇന്നിംഗ്സ് കളിച്ച് അധികം വൈകാതെ സിറാജ് പുറത്തായെങ്കിലും അദ്ദേഹം സ്റ്റേഡിയത്തിന് നൽകിയ ആ വലിയ ചിരിയും വിനോദവും ഒരുപക്ഷേ ഒരു മുൻനിര ബാറ്റർക്കും നൽകാൻ കഴിയില്ലായിരുന്നു. 123 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ
8 വിക്കറ്റ് നഷ്ടത്തിൽ 544 റൺസ് എന്ന കൂറ്റൻ മല പോലെയുള്ള സ്കോറിലേക്ക് ഇന്ത്യൻ ടീം എത്തിയിരുന്നു. 38 റൺസുമായി അതിശക്തനായി പൊരുതുന്ന വാഷിംഗ്ടൺ സുന്ദറും 3 റൺസുമായി അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകുന്ന കുൽദീപ് യാദവും ക്രീസിലുണ്ടായിരുന്നു. അഫ്ഗാൻ ബോളർമാർ മാനസികമായും ശാരീരികമായും പൂർണ്ണമായും തളർന്നിരുന്നു. ഗില്ലിന്റെ വയർ പിടിച്ചുള്ള പൊട്ടിച്ചിരിയും സിറാജിന്റെ ഭയമില്ലാത്ത ആ ബാറ്റിംഗ് പ്രകടനവും ഈ ടെസ്റ്റ് മത്സരത്തിലെ എക്കാലത്തെയും മികച്ച ഓർമ്മകളിൽ ഒന്നായി മാറി. എന്നാൽ 544 റൺസ് എന്ന വലിയൊരു പർവ്വതത്തിനു മുന്നിൽ പകച്ചു നിൽക്കാതെ മറുപടി ബാറ്റിംഗിനിറങ്ങിയ അഫ്ഗാനിസ്ഥാന്റെ തുടക്കം അത്ര എളുപ്പമായിരിക്കില്ല എന്ന് ആകാശത്തിന് കീഴിലുള്ള സകലർക്കും ഉറപ്പായിരുന്നു. സിറാജും പ്രസിദ്ധ് കൃഷ്ണയും തീപ്പൊരിപ്പാറും പന്തുകളുമായി പുതിയ പന്തിൽ ആക്രമണം തുടങ്ങിയപ്പോൾ അഫ്ഗാൻ ഓപ്പണർമാരായ അബ്ദുൽ മാലിക്കും സെദിക്കുള്ള അടലും പതലാതെ പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമിച്ചു. സിറാജ് എറിഞ്ഞ 3-ാം ഓവറിൽ വോബിൾ സീമിലൂടെ പാഞ്ഞുവന്ന പന്തുകളെ തന്റെ അതിമനോഹരമായ കൈക്കുഴയുടെ കരുത്തിൽ അബ്ദുൽ മാലിക് തുടർച്ചയായി 2 തവണ അതിർത്തി കടത്തിയപ്പോൾ അഫ്ഗാൻ ക്യാമ്പിൽ നേരിയ ആശ്വാസം പടർന്നു. തൊട്ടുപിന്നാലെ പ്രസിദ്ധ് കൃഷ്ണയുടെ പന്തിൽ മാലിക്കിന്റെ ബാറ്റിൽ ഉരച്ച് തേർഡ് സ്ലിപ്പ് ഇല്ലാത്ത വിടവിലൂടെ മറ്റൊരു ബൗണ്ടറി കൂടി പിറന്നു. സിറാജിന്റെ അടുത്ത ഓവറിൽ അടലിന്റെ ബാറ്റിൽ തട്ടി ഉയർന്ന പന്ത് പിടിക്കാനായി സ്ലിപ്പിൽ നിന്നും ഇടത്തേക്ക് കുതിച്ചു ചാടിയ KL രാഹുൽ ഗ്രൗണ്ടിൽ വളരെ മോശമായി വീഴുകയും കൈക്ക് ചെറിയ വേദന അനുഭവിക്കുകയും ചെയ്തത് ഇന്ത്യൻ ആരാധകരിൽ ഒരൽപ്പം ആശങ്കയുണ്ടാക്കിയെങ്കിലും വലിയ പരുക്കുകളില്ലാതെ പിന്നീട് അദ്ദേഹം ഫീൽഡിംഗ് തുടർന്നു. അതിനുശേഷം സിറാജ് എറിഞ്ഞ സ്ലോട്ടിൽ വീണ പന്തിനെ അതിമനോഹരമായ ഒരു കവർ ഡ്രൈവിലൂടെ അടൽ അതിർത്തി കടത്തിയപ്പോൾ ആ ഷോട്ടിന്റെ പൂർണ്ണത കുറച്ചു നേരത്തേക്ക് അദ്ദേഹം ക്രീസിൽ ആസ്വദിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സ്പിന്നിന് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്ന പിച്ചിൽ അപ്രതീക്ഷിതമായി പന്തെറിയാനെത്തിയ യുവതാരം മാനവ് സുധർ തന്റെ കണ്ണി ടെസ്റ്റ് വിക്കറ്റ് എന്ന വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന കാഴ്ചയ്ക്കാണ് പിന്നീട് സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. അതിവേഗം തിരിയുന്ന പന്തിനെ നേരിടാൻ ക്രീസിൽ നിന്നും മുന്നോട്ട് കയറി സ്വീപ്പ് ഷോട്ടിന് ശ്രമിച്ച മാലിക്കിന്റെ ബാറ്റിൽ അല്ലെങ്കിൽ തോളിന്റെ ഭാഗത്തുരച്ച് വായുവിലുയർന്ന പന്ത് പിടിക്കാനായി വിക്കറ്റ് കീപ്പറുടെ പിന്നിലേക്ക് സ്ലിപ്പിൽ നിന്നും രാഹുലും സ്ക്വയർ ലെഗിൽ നിന്നും സിറാജും ഒരേ സമയം ഓടിയെടുത്തപ്പോൾ വലിയൊരു കൂട്ടിയിടി സ്റ്റേഡിയം ഭയന്നു. എന്നാൽ രാഹുലിന്റെ സാന്നിധ്യം സൃഷ്ടിച്ച ആശയക്കുഴപ്പങ്ങൾക്കിടയിലും പന്ത് താഴെ വീഴാതെ സിറാജ് അതിസാഹസികമായി കൈപ്പിടിയിലൊതുക്കി. ക്യാച്ച് എടുത്ത ശേഷം രാഹുലിനോട് നേരിയ അതൃപ്തിയോടെ സംസാരിക്കുന്ന സിറാജിനെയും അതെല്ലാം മറന്ന് ഓടിവന്ന് തന്റെ കണ്ണി വിക്കറ്റ് നേടിയ മാനവിനെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിടുന്ന ഋഷഭ് പന്തിനെയും ഗാലറി വലിയ ഹർഷാരവങ്ങളോടെ വരവേറ്റു. 18 പന്തിൽ നിന്നും 3 ഫോറുകളോടെ 16 റൺസ് എടുത്ത മാലിക് അങ്ങനെ മടങ്ങി. തുടർന്ന് ക്രീസിലെത്തിയ റഹ്മത്തുള്ള ഷാ മാനവിന്റെ പന്തിൽ മുട്ടുകുത്തിയിരുന്ന് ഡീപ് സ്ക്വയർ ലെഗിലൂടെ ഒരു പടുകൂറ്റൻ സിക്സർ പറത്തിക്കൊണ്ടാണ് തന്റെ വരവറിയിച്ചത്. എന്നാൽ മറുഭാഗത്ത് സ്ലിപ്പിലൂടെയും ഗള്ളിയിലൂടെയും ബൗണ്ടറികൾ നേടി അപകടകാരിയായി മാറുമെന്ന് തോന്നിയ സെദിക്കുള്ള അടലിനെ പ്രസിദ്ധ് കൃഷ്ണ അതിമനോഹരമായ ഒരു പന്തിലൂടെ പുറത്താക്കി. റൗണ്ട് ദ വിക്കറ്റിൽ നിന്നും അദ്ദേഹം എറിഞ്ഞ പന്ത് അപ്രതീക്ഷിതമായി വലിയൊരു കോണിൽ ഉള്ളിലേക്ക് തിരിഞ്ഞ് അടലിന്റെ പ്രതിരോധം ഭേദിച്ച് സ്റ്റമ്പുകൾ തകർത്തെറിഞ്ഞപ്പോൾ ഇന്ത്യൻ മണ്ണിലെ തന്റെ കണ്ണി ടെസ്റ്റ് വിക്കറ്റ് നേടിയ പ്രസിദ്ധ് കൃഷ്ണ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി ആഹ്ലാദിച്ചു. 27 പന്തിൽ നിന്നും 17 റൺസ് എടുത്തായിരുന്നു അടലിന്റെ മടക്കം. അഫ്ഗാനിസ്ഥാന്റെ പ്രതീക്ഷകൾ മുഴുവൻ പിന്നീട് റഹ്മത്ത് ഷായുടെയും ഗുർബാസിന്റെയും ചുമലിലായിരുന്നു. കുൽദീപ് യാദവ് പന്തെറിയാനെത്തിയതോടെ സ്പിന്നിന്റെ മായാജാലം അതിന്റെ പൂർണ്ണതയിലെത്തി. കുൽദീപിന്റെ ഗൂഗ്ലിയിൽ ഗുർബാസിന്റെ ബാറ്റിലുരസി പന്ത് ഫസ്റ്റ് സ്ലിപ്പിനെ മറികടന്ന് അതിർത്തി കടന്നതും കുൽദീപ് എറിഞ്ഞ ഷോർട്ട് ബോളുകളിൽ റഹ്മത്ത് ഷാ ബാക്ക് ഫൂട്ടിൽ പഞ്ചിലൂടെ ബൗണ്ടറികൾ നേടിയതും ഇന്ത്യൻ ബോളർമാരെ അസ്വസ്ഥരാക്കി. ഈ കൂട്ടുകെട്ട് പൊളിക്കാൻ വീണ്ടും അവതരിച്ചത് മാനവ് സുധർ തന്നെയായിരുന്നു. കൃത്യമായ ലൈനിലും ലെങ്തിലും പന്തെറിഞ്ഞ മാനവിന്റെ തിരിയുന്നൊരു പന്തിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ച ഗുർബാസിന്റെ ബാറ്റിലുരസിയ പന്ത് സെക്കൻഡ് സ്ലിപ്പിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന സായി സുദർശൻ വളരെ താഴ്ന്ന് തന്റെ കൈകളിൽ സുരക്ഷിതമാക്കി. 40 പന്തുകൾ നേരിട്ട് 30 സ്ട്രൈക്ക് റേറ്റിൽ 1 ഫോറും 1 സിക്സറും അടക്കം 12 റൺസ് മാത്രം നേടിയ ഗുർബാസ് കടുത്ത നിരാശയോടെയാണ് ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയത്. തുടർന്നെത്തിയ ക്യാപ്റ്റൻ ഹഷ്മത്തുള്ള ഷാഹിദിയും റഹ്മത്ത് ഷായും ചേർന്ന് അഫ്ഗാൻ ഇന്നിംഗ്സ് സാവധാനം മുന്നോട്ട് നയിച്ചു. എന്നാൽ കുൽദീപിന്റെ ലൂപ്പുള്ള പന്തിൽ ഷാഹിദിയുടെ ബാറ്റിൽ നിന്നും സ്ലിപ്പിലേക്ക് വന്ന അനായാസമായൊരു ക്യാച്ച് രാഹുവിന്റെ കൈകളിൽ നിന്നും വഴുതിപ്പോയത് ഇന്ത്യയ്ക്ക് വലിയ തിരിച്ചടിയായി. ജീവൻ തിരിച്ചുകിട്ടിയ ഷാഹിദി കുൽദീപിനെതിരെ ഡീപ് മിഡ് വിക്കറ്റിലൂടെ തുടർച്ചയായ ബൗണ്ടറികൾ നേടി സ്കോർ വേഗത്തിലുയർത്തി. ക്രിക്കറ്റ് ലോകം ഇന്നേവരെ അധികം കണ്ടിട്ടില്ലാത്ത വളരെ വിചിത്രമായൊരു ഡിസിഷൻ റിവ്യൂ സിസ്റ്റം നിമിഷത്തിനും പിന്നീട് ഈ സ്റ്റേഡിയം സാക്ഷിയായി. മാനവ് സുധറിന്റെ പന്തിൽ റഹ്മത്ത് ഷായ്ക്കെതിരെ ഉയർന്ന വലിയൊരു LBW അപ്പീലിൽ ഇന്ത്യ റിവ്യൂ എടുത്തപ്പോൾ ക്യാമറ ലെൻസിന് നേരെ മുന്നിലായി സില്ലി പോയിന്റിലെ ഫീൽഡർ നിന്നിരുന്നതിനാൽ ബാറ്റിലാണോ പാഡിലാണോ പന്ത് ആദ്യം കൊണ്ടതെന്നതിന് യാതൊരു തെളിവും തേർഡ് അമ്പയർക്ക് ലഭിച്ചില്ല. അൾട്രാ എഡ്ജിൽ നേരിയ ചലനം കണ്ടെങ്കിലും വ്യക്തമായ തെളിവില്ലാത്തതിനാൽ ഇന്ത്യയ്ക്ക് ആ വിലപ്പെട്ട റിവ്യൂ അങ്ങനെ നഷ്ടമായി. എക്സ്ട്രാ ബൗൺസ് ഉള്ള പന്തുകളിൽ റഹ്മത്ത് ഷായുടെ ബാറ്റിൽ നിന്നും ഉയർന്ന കട്ടിയുള്ള എഡ്ജുകൾ സ്ലിപ്പിന് മുകളിലൂടെ പറന്നതും സിറാജിന്റെ അതിവേഗ ബൗൺസറിൽ ഷാഹിദിയുടെ ടോപ്പ് എഡ്ജ് പന്തിന് മുകളിലൂടെ ബൗണ്ടറി കടന്നതും അഫ്ഗാൻ നിരയിൽ നേരിയ പ്രതീക്ഷകൾ നൽകി. വാഷിംഗ്ടൺ സുന്ദറിന്റെ പന്തിൽ അമ്പയർ റിച്ചാർഡ് ഇല്ലിംഗ്വർത്ത് ഷാഹിദിയെ LBW വിധിച്ചെങ്കിലും പന്ത് ബാറ്റിൽ ഉരസിയതിന്റെ ബലത്തിൽ റിവ്യൂയിലൂടെ അദ്ദേഹം രക്ഷപ്പെട്ടു. എന്നാൽ രണ്ടാം ദിനം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ പ്രസിദ്ധ് കൃഷ്ണ വീണ്ടും ഇന്ത്യൻ ക്യാമ്പിൽ ആവേശം വിതറി. കവറിലൂടെ അതിമനോഹരമായൊരു ഡ്രൈവിലൂടെ ബൗണ്ടറി നേടിയ ഷാഹിദിയെ തൊട്ടടുത്ത പന്തിൽ തന്നെ പ്രസിദ്ധ് LBWയിൽ കുരുക്കി. റൗണ്ട് ദ വിക്കറ്റിൽ നിന്നും എറിഞ്ഞ ഗുഡ് ലെങ്ത് പന്ത് പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ട ഷാഹിദിയുടെ പാഡിൽ പന്ത് കൃത്യമായി പതിച്ചു. ഷാഹിദി അവസാന പ്രതീക്ഷയെന്നോണം റിവ്യൂ എടുത്തുവെങ്കിലും ബോൾ ട്രാക്കറിൽ പന്ത് ലെഗ് സ്റ്റമ്പ് തകർക്കുമെന്ന്
കഴിയില്ലെന്ന് വ്യക്തമായതോടെ 48 പന്തുകളിൽ 4 ബൗണ്ടറികളോടെ 20 റൺസെടുത്ത അഫ്ഗാൻ ക്യാപ്റ്റന് തലകുനിച്ചു മടങ്ങേണ്ടി വന്നു. വാഷിംഗ്ടൺ സുന്ദറിന്റെ പന്തിൽ അതിമനോഹരമായൊരു കവർ ഡ്രൈവിലൂടെ ബൗണ്ടറി കടത്തി റഹ്മത്ത് ഷാ തന്റെ ക്ലാസ് ഈ ദിനത്തിന്റെ അവസാനത്തിലും തെളിയിച്ചു. രണ്ടാം ദിനത്തിന്റെ അവസാന ഓവർ അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 4 വിക്കറ്റ് നഷ്ടത്തിൽ ജസ്റ്റ് 100 റൺസിന് മുകളിൽ എന്ന അങ്ങേയറ്റം സമ്മർദ്ദം നിറഞ്ഞ നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു വശത്ത് പ്രതിസന്ധികൾക്കിടയിലും പതറാതെ നിന്ന് 70 പന്തുകളിൽ 6 ഫോറുകളോടെ 35 റൺസെടുത്ത് അർദ്ധ സെഞ്ചുറിയിലേക്ക് കുതിക്കുന്ന റഹ്മത്ത് ഷായും 5 പന്തിൽ 1 റൺസോടെ അഫ്സർ സസായുമാണ് ക്രീസിലുള്ളത്. അധികമായി ലഭിച്ച 2 റൺസ് കൂടി ഉൾപ്പെടെ കഷ്ടിച്ചു 100 കടന്ന സ്കോർബോർഡുമായി ആ കൂറ്റൻ മല കയറാൻ ഇനിയും ഒരുപാട് ദൂരം ബാക്കിയുള്ള അഫ്ഗാനിസ്ഥാന് മുന്നിൽ മൂന്നാം ദിനം എന്തത്ഭുതങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന വലിയ ആകാംക്ഷയോടെയും ഇന്ത്യൻ സ്പിന്നർമാരും പേസർമാരും നാളെ തീർക്കാൻ പോകുന്ന കൊടുങ്കാറ്റിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളോടെയുമാണ് സ്റ്റേഡിയം ഈ പകലിനോട് വിട പറയുന്നത്. മുഹമ്മദ് സിറാജിന്റെയും പ്രസിദ്ധ് കൃഷ്ണയുടെയും അഗ്നിപാറുന്ന പേസ് ആക്രമണങ്ങളും സ്പിൻ മായാജാലവുമായി കളം നിറയുന്ന മാനവ് സുധരിന്റെയും അപ്രതീക്ഷിത തന്ത്രങ്ങളും ചേർന്ന് അഫ്ഗാൻ നിരയുടെ ബാക്കിയുള്ള പ്രതീക്ഷകളെയും എരിഞ്ഞടങ്ങുന്ന തീക്കനൽ പോലെ ചാമ്പലാക്കുമോ, അതോ റഹ്മത്ത് ഷായുടെ വിട്ടുകൊടുക്കാത്ത ചെറുത്തുനിൽപ്പിലൂടെ അവർ ഈ പ്രതിസന്ധികളെ മറികടന്ന് പുതിയൊരു ചരിത്രം രചിക്കുമോ എന്ന ഹൃദയഭേദകമായ ചോദ്യമാണ് ഇനി വായുവിൽ അവശേഷിക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന മഹാത്ഭുതത്തിന്റെ ഏറ്റവും മനോഹരവും രക്തരൂക്ഷിതവുമായ മുഖമാണ് ഈ നിമിഷങ്ങളിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. അവിടെ ഒരു വശത്ത് വിജയക്കൊടി പാറിക്കാൻ വെമ്പുന്ന ഇന്ത്യൻ സിംഹങ്ങളും മറുവശത്ത് സ്വന്തം അസ്തിത്വവും അഭിമാനവും നിലനിർത്താൻ അവസാന ശ്വാസം വരെയും പോരാടാൻ വിധിക്കപ്പെട്ട അഫ്ഗാൻ പടയുമാണ് നേർക്കുനേർ. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരുടെ നെഞ്ചിടിപ്പേറ്റിക്കൊണ്ട് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ കീഴിലുള്ള ഈ യുവ ഇന്ത്യൻ ടീം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്കുള്ള തങ്ങളുടെ പ്രയാണം കൂടുതൽ ഗാംഭീര്യമുള്ളതാകുമോ എന്ന വലിയ ആകാംക്ഷയിൽ മൂന്നാം ദിനത്തിന്റെ പുലരിയിൽ വീണ്ടും ഒരു ഇതിഹാസ പോരാട്ടത്തിന് ഈ മൈതാനം സാക്ഷ്യം വഹിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ പ്രതീക്ഷകളുടെയും ഭയത്തിന്റെയും ഒരു വലിയ കടൽ ബാക്കി വെച്ചുകൊണ്ടാണ് ഈ രണ്ടാം ദിനത്തിന്റെ ആവേശ തിരമാലകൾ പൂർണ്ണമായും ശാന്തമാകുന്നത്. എന്തായാലും ഇന്നത്തെ കളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.